ലഫ്റ്റനന്റ് ജനറൽ ശ്രീ ശരത്ചന്ദ് കരസേന മുൻ വരുന്നു. ശ്രീ ശരത്ചന്ദ്, ഇപ്പോൾ ലാഹോറിലെ എയർ ഡിഫൻസ് സംവിധാനം ഡിഫ്യൂസ് തകർത്ത് ന്യൂട്രലൈസ് ചെയ്തു എന്ന് പറഞ്ഞു. ഇപ്പോൾ കേൾക്കുന്നത് സിയാൽകോട്ട് മേഖലയിലെ എയർ ഡിഫൻസ് സംവിധാനം ഇല്ലാതാക്കി എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം നിലവിൽ പാകിസ്ഥാൻ്റെ ഏതാണ്ട് പ്രധാന ആകാശങ്ങളൊക്കെ ഏതാണ്ട് അനാവൃതമായി നഗ്നമായി കിടക്കുന്നു എന്നുള്ളതാണല്ലോ. അങ്ങയുടെ ഒരു സർവീസ് പരിചയത്തിൽ വാട്ട് നെക്സ്റ്റ് എന്നുള്ളതാണ് അങ്ങേക്ക് തോന്നുന്നത് ശ്രീ ശരത്ചന്ദ്? ഹാഷ്മി, നമ്മുടെ ജനറൽ ശരത്തിനെ പറ്റി രണ്ട് വാക്ക് ഞാൻ പറയട്ടെ. പറയൂ. ശത്രുക്കളുടെ എയർ ഡിഫൻസ് സിസ്റ്റം ന്യൂട്രലൈസ് ചെയ്യുന്നത് ഒറ്റ മിനിറ്റ് നമ്മുടെ NV നായർ അങ്ങേ പറ്റി എന്തോ രണ്ട് വാക്ക് പറയുന്നു, അതിനുശേഷം. ജനറൽ ശരത്ത് നമ്മൾ ഒരു പാനലിൽ വരുന്നത് ആദ്യമായിട്ടാണ്. കേരളത്തിലെ പ്രേക്ഷകർക്ക് വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് എന്ത് പരിചയം, എന്താണ് റെസ്പോൺസിബിലിറ്റി എന്ന് അറിയില്ല. വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫാണ് ഡിഫൻസ് സെക്രട്ടറി ആയിട്ട് ഇൻ്ററാക്ഷൻ ആർമി ഹെഡ്ക്വാർട്ടർ ലെവലിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ മിലിറ്ററി ഓപ്സ് DGMO അദ്ദേഹത്തിനാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഓപ്പറേഷൻ്റെ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്, ഇൻ്റലിജൻസിൻ്റെ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് വൈസ് ചീഫാണ്. അപ്പോൾ വളരെ റെസ്പോൺസിബിലിറ്റി അല്ല ഒരു പോസ്റ്റിലിരുന്ന ആളാണ്. ഞാൻ അദ്ദേഹത്തിനേക്കാളും ഒരു 5 വർഷം മുമ്പ് ജനിച്ചതുകൊണ്ട് നേരത്തെ ആർമിയിൽ വന്നു എന്നതുള്ളതേ ഉള്ളൂ. പിന്നെ എനിക്ക് സ്ട്രാറ്റജിക് ഫോഴ്സസിൽ ഒരു മിസൈൽ ബ്രിഗേഡ് കമാൻഡ് ചെയ്യാനുള്ള ഒരു ഇതും കൂടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നമ്മുടെ നാട്ടുകാർ അറിയണം. ഇപ്പം അദ്ദേഹത്തിൽ നിന്ന് ഇപ്പം നമുക്ക് പാനലിൽ അദ്ദേഹത്തെ കിട്ടുന്ന നല്ല കാര്യമാണ്. സാധാരണ അദ്ദേഹത്തെ കാണാറില്ല. ഓവർ ടു യു. ഓക്കെ ശരത്. ശരത്ചന്ദ്, എന്താണ് അങ്ങേക്ക് വാട്ട് നെക്സ്റ്റ് എന്നതിലൊരു തോന്നൽ? Firstly, thank you so much, sir, for the introduction. ഞാൻ ലാഹോറിലെ എയർ ഡിഫൻസ് സിസ്റ്റം ന്യൂട്രലൈസ് ചെയ്യുന്നു, അതിൻ്റെ എൻ്റെ ഒപ്പീനിയനാണ് ചോദിച്ചത്. സാധാരണ ഒരു ഫുൾ സ്കെയിൽ യുദ്ധം നടക്കുമ്പോൾ എയർഫോഴ്സിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ശത്രുക്കളുടെ എയർ ഡിഫൻസ് സിസ്റ്റംസും എയർഫീൽഡും ന്യൂട്രലൈസ് ചെയ്യുകയാണ്. കാരണം അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ അവരുടെ ശത്രുക്കളുടെ എയർക്രാഫ്റ്റ്സ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പേ അവരെ നശിപ്പിക്കാൻ കഴിയും. നമ്മളുടെ എയർഫോഴ്സിന് ഒരു എയർ ഡോമിനൻസ് കിട്ടാൻ പറ്റും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഗ്രൗണ്ട് ഓപ്പറേഷൻസിനും മറ്റും മുമ്പോട്ട് പോകാൻ കുറെ കൂടെ എളുപ്പമുണ്ടായിരിക്കും. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളൊരു ഫുൾ സ്കെയിൽ വാർ പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ ആസ് എ പീസ് ലവിങ് കൺട്രി നമ്മളൊരു ഫുൾ സ്കെയിൽ വാറിന് പോകാൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ പാകിസ്ഥാൻ ആണെങ്കിൽ ഇന്നത്തെ ന്യൂസ് ബ്രീഫ് പ്രകാരം നമ്മളുടെ ബോർഡറിലുള്ള പല എയർഫീൽഡ്സും ഓൾ അലോങ് ശ്രീനഗറിലുള്ള 2 അവന്തിപ്പൂർ ആയാലും ശ്രീനഗർ ആയാലും അമൃത്സർ ആയാലും ബട്ടിൻഡ ആയാലും നാലായാലും അങ്ങനെ എല്ലാ എയർഫീൽഡ്സിലും അവർ എന്തോ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. എയർക്രാഫ്റ്റ്സ് ബോർഡർ ക്രോസ് ചെയ്യാനായിട്ട് എനിക്കറിയില്ല. പക്ഷേ അവർ ഡ്രോൺസ് ഉപയോഗിച്ച് ഇന്റർഫിയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സാധാരണ എയർഫീൽഡിനെ അറ്റാക്ക് ചെയ്യുന്നു പറയുന്നത് ഐദർ ഡിസ്ട്രക്ഷൻ ഓഫ് ദ റൺവേ, ഡിസ്ട്രക്ഷൻ ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് ദ റഡാർ ഫെസിലിറ്റീസ് സോ ദാറ്റ് ദേ ആർ നോട്ട് ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ്. അപ്പോൾ ഇവര് ഈ ഡ്രോൺസ് ഉപയോഗിച്ച് മിക്കവാറും ഇൻ എനി കേസ് ദേ കനോട്ട് ഡിസ്ട്രോയ് ദ റൺവേ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസും റഡാർ സിസ്റ്റംസും ഡിസ്ട്രോയ് ചെയ്യാനായിട്ടായിരിക്കും അല്ലെങ്കിൽ ഇന്റർഫിയർ ചെയ്യാനായിട്ടായിരിക്കും ശ്രമിച്ചത്. നമ്മളുടെ കൗണ്ടർ മെഷേഴ്സ് കൊണ്ട് കാര്യമായിട്ട് ഡാമേജ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ അറിയപ്പെടുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ചെയ്തത് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റംസ് ന്യൂട്രലൈസ് ചെയ്യാനായിട്ട്. നേരത്തെ ഇതിനകത്ത് നമ്മുടെ ഈ ചാനലിൽ S-400നെ പറ്റിയിട്ട് ഒരു ചർച്ച ഞാൻ കണ്ടു. S-400 ചൈനീസ് റഷ്യൻ എയർ ഡിഫൻസ് സിസ്റ്റമാണ്. അത് നമുക്ക് അടുത്ത കാലത്താണ് നമുക്ക് കിട്ടിയത്. അത് വൺ ഓഫ് ദ ബെസ്റ്റ് എയർ ഡിഫൻസ് സിസ്റ്റംസ് ഇൻ ദ വേൾഡ് ആണ്. അപ്പോൾ അതും വളരെ എക്സ്പെൻസീവ് ആണ്. പക്ഷേ ബട്ട് നെവർതിലെസ് ഒരു എയർക്രാഫ്റ്റിനെ ന്യൂട്രലൈസ് ചെയ്യുകയോ അല്ലെ വീഴ്ത്തുകയോ ചെയ്യുകയാണെങ്കിൽ ആ ഒരു എക്സ്പെൻഡിച്ചർ ഇസ് നോട്ട് മച്ച്. പക്ഷേ ഈ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഡ്രോൺസിനെതിരെ ഉപയോഗിച്ചാൽ മേ ബി ഇറ്റ് വിൽ ഗീവ് ഏർലി വാർണിംഗ്. പക്ഷേ എത്ര സക്സസ്ഫുൾ ആയേക്കും. പക്ഷേ ഹൗ കോസ്റ്റ് എഫക്റ്റീവ് ഇറ്റ് ഇസ് ടു ബി സീൻ. ഇൻ എനി കേസ് നമ്മളുടെ കയ്യിൽ ഇതല്ലാതെയും എയർ ഡിഫൻസ് സിസ്റ്റംസ് ഉണ്ട്, ഏർലി വാർണിംഗ് സിസ്റ്റംസ് ഉണ്ട്, നമ്മളുടെ കയ്യിൽ ഡ്രോൺസ് ഉണ്ട്.
നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു 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 താരതമ്യ ഇതിൻ്റെ കോസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ റഫാൽ എയർക്രാഫ്റ്റ് വാങ്ങി. ആ റഫാൽ എയർക്രാഫ്റ്റ് ഒരെണ്ണത്തിൻ്റെ കോസ്റ്റ് ഇറ്റ് ഈസ് അറൌണ്ട് 58,000 ക്രോഡ്സ്. ഒരെണ്ണത്തിൻ്റെ വിലയാണ് 58,000 കോടി. അതേസമയത്ത് ഒരു ഡ്രോൺ, ഇപ്പോൾ നമ്മൾ നേവിക്ക് ലേറ്റസ്റ്റ് ഡ്രോൺസ് അക്വയർ ചെയ്യാണ് ഫ്രം USA, MQ-9 എന്ന് പറഞ്ഞിട്ട്. ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് അഡ്വാൻസ് ഡ്രോൺസ്. അതിൻ്റെ വിലയായിട്ടാണെങ്കിൽ ഇറ്റ് ഇസ് അറൌണ്ട് 1,200 ക്രോഡ്സ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ കോസ്റ്റ് ഇറ്റ്സ് അറൌണ്ട് 50 ടൈംസ്. ഒരു ഡ്രോണും ഇതും ദിസ് എ വെരി അഡ്വാൻസ് ഡ്രോൺ, ഒരു 50 മടങ്ങ് വിലയാണ് ഒരു എയർക്രാഫ്റ്റിന്. അപ്പോൾ എയർക്രാഫ്റ്റ് ബോർഡർ ക്രോസ് ചെയ്യാതെ എയർക്രാഫ്റ്റിൽ നിന്നും നമ്മൾ പ്രതീക്ഷിച്ച പല കാര്യങ്ങളും അവർ ചെയ്യാൻ ശ്രമിച്ചു. അതിന് കൗണ്ടർ ചെയ്താണ് നമ്മൾ ഓപ്പറേഷൻ നടത്തിയത്. ഈ ഓപ്പറേഷൻ സിന്ദൂറിലായാൽ പോലും നമ്മുടെ എയർക്രാഫ്റ്റ് ബോർഡർ ക്രോസ് ചെയ്തില്ലെങ്കിലും നമ്മുടെ ഡ്രോൺസ് ക്രോസ് ചെയ്തിരുന്നു. ഈ ഡ്രോൺസ് ഏർലി മോർണിംഗ് കറക്റ്റ് ടൈംലി ഇൻഫർമേഷൻ തരുന്നതിന് പുറമെ അത് ഒരു സൂയിസൈഡ് അല്ലെങ്കിൽ ഒരു കാമക്കാസി ഡ്രോണായിട്ട് ചിലയിടത്ത് പ്രവർത്തിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പം അതുകൊണ്ട് ഇതിന്റെ സിഗ്നിഫിക്കൻസ് ഒന്നുകൂടെ പറയാനായിട്ടാണെങ്കിൽ, സിഗ്നിഫിക്കൻസ് ഓഫ് ഡിസ്ട്രോയിങ് ദി റഡാർ ഇൻ ലാഹോർ ആൻഡ് പ്രോബ്ലി സിയാൽകോട്ട്. സിയാൽകോട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ജസ്റ്റ് അക്രോസ് ജമ്മു. ലാഹോർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ജസ്റ്റ് അക്രോസ് അമൃത്സർ. രണ്ടും ഓൾമോസ്റ്റ് ബോർഡർ സിറ്റീസ് ആണ്. രണ്ടും വളരെ പ്രധാനപ്പെട്ട സിറ്റികളാണ്. പർട്ടിക്കുലർലി ലാഹോർ ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് സിറ്റി. മോർ ഇമ്പോർട്ടൻ്റ്ലി ഇത് രണ്ടും പഞ്ചാബിലുള്ള ടൗൺഷിപ്സ് ആണ്. അപ്പോൾ നമുക്കെല്ലാം അറിയാം, പാകിസ്ഥാൻ റൂൾ ചെയ്യുന്ന പഞ്ചാബ് എല്ലാവരും പഞ്ചാബിൽ നിന്നാണ്, വെദർ ഇറ്റ് ഇസ് മിലിറ്ററി ഓർ വെദർ ഇറ്റ് ഇസ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്. അപ്പോൾ ലാഹോറിലും മറ്റത് ന്യൂട്രലൈസ് ചെയ്യുന്നത് കേട്ടു. ദിസ് മസ്റ്റ് ബി എ സ്റ്റെപ്പ് ഓഫ് ദി എയർഫോഴ്സ്. ഇൻ എനി കേസ് ഇറ്റ് ഇസ് എ വാർണിംഗ് ടു പാകിസ്ഥാൻ ആൻഡ് ദെൻ ഇറ്റ് വിൽ ഓൾസോ ഹെൽപ്പ് ടു കീപ് അവർ ഓപ്ഷൻസ് ഓപ്പൺ. നമുക്ക് നാളെ ഈ യുദ്ധത്തിന്റെ അടുത്ത ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞത് ഒരു വാർണിംഗ് ആയിട്ടായിരുന്നു. വി വെർ വെരി വെരി കൺസ്ട്രെയിൻഡ് ഓർ വി റിസ്ട്രെയിൻഡ് അവർ സെൽസ് ഓൺ ദ ഓപ്പറേഷൻ. നമ്മൾ ചെയ്തത് വളരെ മെഷേർഡായിട്ടും വളരെ ഫോക്കസ്ഡ് ആയിട്ടും മിലിറ്റന്റ് ക്യാമ്പ്സ് മാത്രമാണ് അടിച്ചത്. നമ്മൾ മിലിറ്ററി ക്യാമ്പ്സോ സിവിലിയൻ പോപ്പുലേഷനോ ഡാമേജ് വരുത്താതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു. ഇതിന് അവർക്ക് പകരം ചോദിക്കാനായിട്ട് നമ്മുടെ ഇവിടെ മിലിറ്റന്റ് ക്യാമ്പ്സ് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് തിരിച്ചടിക്കാൻ പറ്റുന്നില്ല. ആദ്യം ഒരു ബോർഡർ ഏരിയയിൽ ഷെല്ലിംഗ് നടത്തി. നേരത്തെ പറഞ്ഞതുപോലെ പുഞ്ച് രജോരി സെക്ടറിൽ കണ്ട് 10-16 പാവപ്പെട്ട സിവിലിയൻസിനെ കൊന്നു. അതും എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. പുഞ്ച് രജോറി മെജോറിറ്റി പോപ്പുലേഷൻ മുസ്ലിംസ് ആണ്. ഈ പാകിസ്ഥാൻ മുസ്ലിംസിന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നതെന്നും ഇത് എന്ന് പറഞ്ഞാണ് ചെയ്യുന്നത്. പക്ഷെ ഇന്നലെ മരിച്ച എല്ലാവരും, അതിൽ 3 കുട്ടികളും കുറച്ച് സ്ത്രീകളും ഉൾപ്പെടുന്നു, എല്ലാവരും മുസ്ലിംസ് തന്നെയാണ്. അപ്പോൾ അവർ നമ്മളുടെ മിലിറ്ററിക്കെതിരായിട്ട് വേണ്ട രീതിയിൽ അവർക്ക് കൗണ്ടർ മെഷേഴ്സ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ നടത്തിയ ടെററിസ്റ്റിനെതിരായിട്ട് നടത്തിയ ഓപ്പറേഷന്റെ മറുപടി അവർ നമ്മുടെ സിവിലിയൻസിന് വേണ്ടിയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ അതിന് തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട്. ഐ എം ഷുവർ നമ്മുടെ ബോർഡർ ഏരിയാസിൽ ഡിപ്ലോയ്ഡ് ട്രൂപ്സ് ആർ ഓൾ റെഡി. അപ്പോൾ അതിന് പകരം നൗ ദേ ഹാവ് മൂവ്ഡ് ഓൺ ടു ഡീലിംഗ് വിത്ത് അവർ ഫോർവേഡ് എയർഫീൽഡ്സ്. അതിന്റെ മറുപടിയാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ശരിയാവണം താങ്കൾ പറഞ്ഞു. ഇപ്പോൾ പഹൽഗാമിൽ ബൈസരൻവാലിയിൽ മതം ചോദിച്ച് വെടിവെച്ചു വന്നത് അവർക്ക് ഏതെങ്കിലും മതസ്നേഹമുള്ളതാണോ? അല്ല, രാജ്യത്തിനകത്ത് വർഗീയ കലാപം ഉണ്ടാക്കുന്ന ലക്ഷ്യത്തിലാണ്. ആ ലക്ഷ്യത്തിൽ അവർ ആദ്യം തോറ്റു. ആദ്യം അവർ മാരക പ്രഹരശേഷിയിൽ പരാജയപ്പെട്ടു. അതിന് കാരണം എന്താണ്? ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഈ പറഞ്ഞ ഇവിടുത്തെ എടപ്പള്ളി രാമചന്ദ്രൻ്റെ മകളടക്കം ഹിമാൻഷു അടക്കം അവർക്കെതിരെ അതിശക്തമായ ഭാഷയിൽ സംസാരിച്ചത് കണ്ടു. രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് കണ്ടു. അതിനുശേഷം പൂഞ്ച് രജൗരി, അവർ ഭീകരവാദികളാണ് സർ, അവർക്കെന്തു മതം?